അതാത് കാലയളവിലെ രീതിക്ക് അനുസരിച്ച് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ജ്യോത്സ്യന്മാരും ജ്യോതിഷം നോക്കുമ്പോഴൊക്കെ അതിനകത്ത് അത്തരം അപ്ഡേഷൻസ് വരുത്തേണ്ടിയിരിക്കുന്നു. ഫലം ഇപ്പോൾ ഏത് ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നതും ഏത് കാലയളവിലും ഉപയോഗിക്കത്തക്ക വിധത്തിലാണ്. ഏറ്റവും പുരാതനമായ ഗ്രന്ഥങ്ങൾ, ഭാരതീയമായ ഏത് ശാസ്ത്രം എടുത്തു നോക്കിയാലും ഏറ്റവും പുരാതനമായ ഗ്രന്ഥങ്ങൾ, ഇപ്പം സംഗീത രത്നാകരം, ഇപ്പം നമ്മൾ കാശ്മീരിലാണ് സംഗീതത്തിൻ്റെ ഗ്രന്ഥം ഉണ്ടായിരിക്കുന്നത്. എല്ലാ ശാസ്ത്രങ്ങളുടെയും ഏറ്റവും വലിയ അടിസ്ഥാനം കാശ്മീർ തന്നെയാണ്. പിന്നെ കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം എടുത്തു നോക്കുമ്പം മെയിൽ ഡോമിനേഷനും ഫീമെയിൽ ഡോമിനേഷനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട പോയിന്റ്സ് അതിനകത്ത് കിടക്കുകയാണ്. ഇതെല്ലാം ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇക്കാണുന്ന ജീവിതത്തിന്റെ എല്ലാം സൂപ്പർ കോൺഷ്യസ്നെസ് ഒഴിച്ച് ബാക്കിയെല്ലാം ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാം. ചൊവ്വയെ കൊണ്ടൊക്കെ എന്തൊക്കെ ഫലങ്ങളാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഗുപ്തമാക്കി വെച്ചിട്ട് ഒളിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പ്രത്യക്ഷത്തിലുണ്ട്. പ്രത്യക്ഷത്തിൽ ഇപ്പം ആഗ്നേയകാരകനാണ് ഒരു ഗ്രഹം, അല്ലെ, തണുപ്പിന്റെ കാരകത്വമുണ്ട്, ഉഷ്ണകാരകത്വമുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വെച്ചോളൂ. അപ്പൊ ആ ഒരു പോയിന്റ് എവിടെ വരെ എത്തുമെന്ന് നമ്മൾ പഠിക്കണം. ഏതെങ്കിലും ഒരു ഇപ്പൊ വിവാഹകാരകത്വം, ഇപ്പൊ നമ്മൾ വിവാഹകാരകൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ ആ വൈവാഹിക വിഷയങ്ങളെല്ലാം തന്നെ ആ ഗ്രഹവുമായി ബന്ധപ്പെടുത്തി എവിടം വരെ എത്തിക്കാമെന്ന് നോക്കണം. ഇപ്പൊ വിവാഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഇണചേരലിന്റെ അർത്ഥം, ഇണചേരുന്നത് ഏതെല്ലാം തരത്തിൽ ഇണചേരാമെന്നുള്ളതിൻ്റെ രീതി, ഇണചേരുന്നതിൻ്റെ പ്രാധാന്യം, ഇറോട്ടിക് സെൻസേഷൻ്റെ പ്രാധാന്യം, ഇറോട്ടിക് സെൻസേഷൻ തരുന്ന ഗ്രഹങ്ങൾ, ഇറോട്ടിക് സെൻസേഷൻ എപ്പോഴൊക്കെ ഒരു വ്യക്തിക്ക് ജനിക്കാം, അത് ഏതൊക്കെ തലത്തിലാണ് ഒരു വ്യക്തിക്ക് വരുന്നത്, ഇറോട്ടിക് സെൻസേഷൻ സാധാരണ ബോധതലത്തിലാണോ അങ്ങേയറ്റമുള്ള ബോധതലത്തിലാണോ, ബോധത്തിന് അനന്തതയിൽ നിൽക്കുന്ന ഒരാളിന് ഇറോട്ടിക് സെൻസേഷൻ ഉണ്ടോ, ഇപ്പൊ ബ്രഹ്മകർമ്മ സമാധിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇറോട്ടിക് സെൻസേഷൻ എങ്ങനെയാണ്, ഉണ്ടോ, ഇങ്ങനെയുള്ള പോയിന്റ്സിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ല? അവിടെ നിന്നുകൊണ്ട് ഇപ്പൊ എൻ്റെ വിവാഹം എങ്ങനെയായിരിക്കും എന്നൊരു ട്രാൻസ്ജെൻഡർ വന്ന് ചോദിച്ചാൽ എന്ത് പറയും? ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.